ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ റിമാൽ രൂപപ്പെട്ടു. ഞായറാഴ്ചയോടെ തീവ്ര ചുഴലിക്കാറ്റായി കരതൊടാൻ സാധ്യത. അതേസമയം സംസ്ഥാനത്ത് 2 ജില്ലകളിൽ റെഡ് അലർട്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ടിൻഡു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ടിൻഡു, മഴ കൂടുതൽ ശക്തമാകുന്നു. തീവ്ര ചുഴലിക്കാറ്റായി മാറിയ കാലവർഷമൊക്കെ കരതൊടാൻ പോകുന്നു. എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ, മുന്നൊരുക്കങ്ങൾ? ഉമേഷ്, സംസ്ഥാനത്ത് മൺസൂൺ ശക്തമായതോടുകൂടി ആദ്യ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലാണ് ആദ്യ ചുഴലിക്കാറ്റായിട്ടുള്ള റിമാൽ രൂപപ്പെട്ടത്. അത് അറേബ്യൻ കടലിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ ഈ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങൾ, അതായത് ഞായറാഴ്ചയോടുകൂടി തീരം തൊടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ബംഗാൾ തീരത്തേക്ക് അല്ലെങ്കിൽ ഒഡീഷ തീരത്തേക്ക് ഇതിന്റെ സഞ്ചാരപാത എന്നാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. 2 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിലെ യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ടായിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ 8 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായി ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽ മഴയാണെന്നുള്ളൊരു കാര്യത്തിലും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ മാസം 31-ാം തീയതിയോട് കൂടിയാണ് സംസ്ഥാനത്ത് മൺസൂൺ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചത്. പക്ഷേ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ലഭിക്കേണ്ടിയിരുന്ന വേനൽ മഴയാണ്. വേനൽ മഴയോടൊപ്പം തന്നെ മൺസൂണിന്റെ സ്വാധീനവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആൻഡമാൻ തീരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മൺസൂൺ കാലവർഷം തീരം തൊട്ടുവെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. ഇതിന്റെ സ്വാധീനമായിട്ട് ഉള്ള മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേനൽ മഴയുമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 7 ദിവസം അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയായിരുന്നു മുന്നറിയിപ്പ്. അതിന് സമാനമായ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഇത്തരത്തിൽ മഴ ലഭിക്കും. പ്രധാനമായും മധ്യ കേരളത്തിലും തെക്ക് കേരളത്തിലുമാണ് മഴ ശക്തമാകുന്നത്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ കൂടുതൽ അലേർട്ടുകൾ അല്ലെങ്കിൽ കൂടുതൽ മുന്നൊരുക്കങ്ങൾ നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കാരണം ഈ വർഷം ലഭിക്കുന്നത് തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും അതിശക്തമായ മഴ ലഭിക്കുമ്പോൾ ഈ വെള്ളക്കെട്ടിനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ലഭിച്ച മഴയേക്കാൾ കൂടുതൽ മഴ ഇത്തവണ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 31 ആകുമ്പോഴേക്കും ആൻഡമാൻ തീരത്തുള്ള കാലവർഷം കേരള തീരം തൊടും. അതോടൊപ്പം തന്നെ തമിഴ്നാടൻ തെക്കൻ തീരത്തിൽ നിന്നും മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലകൊള്ളുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്തിലും മഴ ശക്തമാകുന്നു. ഇതിൽ ഏറ്റവും ആശങ്കയുള്ള കാര്യം ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. അതിതീവ്ര ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ട്. ഇതേ സമയത്ത് തന്നെ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അതായത് അറേബ്യൻ തീരത്തു നിന്നും നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ പ്രകാരം സംസ്ഥാനത്ത് ഇനിയും മഴ അതിശക്തമായി തന്നെ തുടരുമെന്ന് തന്നെ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ആ ഒരു ആശങ്ക തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. എത്ര മഴയാണ് ലഭിച്ചതെന്ന് ഇതുവരെ അളവ് ലഭ്യമായിട്ടില്ല. വരും ദിവസങ്ങളിലെ മഴയും കൂടി കണക്കിലെടുത്തിട്ട് വേണം സംസ്ഥാനത്ത് എത്രത്തോളം മഴ ലഭിച്ചിട്ടുണ്ടെന്ന് ഉള്ളൊരു കണക്കിലേക്ക് എത്താൻ. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. കാലവർഷം കൂടുതൽ രൂക്ഷമാകും, കൂടുതൽ ശക്തമാകാനും സാധ്യതയുള്ളതായിട്ടാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഉമേഷ്.